കാസർകോട്ടെ അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ഇത് ഭക്ഷ്യവിഷബാധയല്ല മരണത്തിന് കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിൽ പോലീസിൻ്റെ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഭക്ഷ്യവിഷബാധയാണ് എന്ന് പറഞ്ഞ മരണം ആത്മഹത്യയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ കേസാണ്, മരണമാണ്. ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണം എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 3 പേർ കസ്റ്റഡിയിലാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ആത്മഹത്യയാണ് എന്ന റിപ്പോർട്ടാണ് പോലീസ് പുറത്തുവിടുന്നത്. കമലേഷ്, തീർച്ചയായും കാസർകോട്ട് അഞ്ജുശ്രീയുടെ മരണത്തിൽ ഇപ്പോൾ ഒരു നിർണായകമായ ഒരു പുതിയ വിവരം വന്നിരിക്കുന്നു. അത് ആത്മഹത്യ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അഞ്ജുശ്രീയുടെ മരണം ഭക്ഷ്യവിഷബാധയേറ്റല്ല, മറിച്ച് ആത്മഹത്യയാണെന്ന ഒരു സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ വിവരങ്ങളും ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. നേരത്തെ ഭക്ഷ്യവിഷബാധയേറ്റാണ് കുട്ടി മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഇപ്പോൾ നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഭക്ഷ്യവിഷബാധയല്ലെന്നും വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിലുള്ളതെന്നും ആണ് ഇത്തരത്തിലൊരു സൂചന നൽകിയത്. ഇതനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ആത്മഹത്യ എന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നത്. നേരത്തെ വലിയ കോലാഹലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ ഭക്ഷ്യവിഷബാധ ഏറ്റാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായത്. കാസർഗോഡ് ചികിത്സയിലിരിക്കുക, കാസർഗോഡല്ല മംഗലാപുരത്ത് ചികിത്സയിലിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് നില ഗുരുതരമായി തുടർന്ന് മംഗലാപുരത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കുകയാണ് അഞ്ജുശ്രീ മരിക്കുന്നത്. അഞ്ജുശ്രീയുടെ മരണം ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റായിരുന്നു എന്നായിരുന്നു നിഗമനം. ഇതേ തുടർന്ന് ആരോഗ്യമന്ത്രി അടക്കം അന്വേഷണം റിപ്പോർട്ട് തേടിയിരുന്നു. അതേസമയം തന്നെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യയല്ല, ഇത്തരത്തിൽ വിഷമുള്ളിൽ ചെന്ന ആണ് എന്ന രീതിയിലൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ടത് ഈ അഞ്ജുശ്രീയുടെ ആന്തരിക അവയവങ്ങളിലെ രാസപരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരുന്നു. ഇത്തരത്തിൽ രാസപരിശോധന ഫലം വന്നാൽ തന്നെയാണ് പൂർണ്ണമായി എന്താണ് കൃത്യമായ മരണകാരണമെന്ന് വ്യക്തമാകുമെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായൊരു സ്ഥിരീകരണം നടത്താൻ കഴിയുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. അഞ്ജുശ്രീയുടെ മരണം ഭക്ഷ്യവിഷബാധയേറ്റല്ല, വിഷം ഉള്ളിൽ ചെന്നാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. കമലേഷ്, വ്യക്തമാണ് ഉണ്ണി. കാസർകോട്ടെ അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണമെന്നായിരുന്നു ആദ്യത്തെ നിഗമനങ്ങൾ. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റല്ല, ഏതോ തരത്തിലുള്ള വിഷം ഉള്ളിൽ ചെന്നാണ് കുട്ടി മരിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നല്ല നിലയിൽ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് എന്ന് SP വൈഭവ് സക്സേന ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തത്. ഇതോടെ ഇത് ഭക്ഷ്യവിഷബാധയല്ല, ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. ഉണ്ണികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.